വയനാട് ദുരന്തത്തിൽ 229 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതിൽ 178 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 51 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 3 ശരീരഭാഗങ്ങളും ലഭിച്ചു. അട്ടമലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ലഭിച്ച അസ്ഥി തിരിച്ചറിയേണ്ടതുണ്ട്. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കും. 2000-ഓളം പേർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായെന്നും മന്ത്രി അറിയിച്ചു. 3 ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മനുഷ്യന്റേതാണോ അതോ മൃഗമാണോ എന്നുള്ളത് തിരിച്ചറിയും. അട്ടമലയിൽ ഒരു ബോൺ കിട്ടി. അതും മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇത് പഴയതാണോ അതോ ഈ ദുരന്തത്തിലെ സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. 2000-ഓളം വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുത്തു. അതായത് ആ പ്രദേശത്തുള്ളവർ, സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ രംഗത്തിന്റെ ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ, മറ്റ് വോളണ്ടിയർമാർ, അവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിലൊരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഏരിയ നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ്. പക്ഷെ ഒന്നുകൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. താൽക്കാലിക പുനരധിവാസമാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിന്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു, ഒരു സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ വരെ 125 വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് 253 253. 253 വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, 100ഓളം വാടക വീടുകളുടെ ഓഫർ വേറെയും വന്നിട്ടുണ്ട്.